ക്രൂശിന്മേൽ താൻ വഹിച്ചു. പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു. സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രികാലം കൂടുതൽക്കൊക്കെ ശേഷമായിട്ട് ഈ രാത്രികാലം ഒരുമിച്ച് ലൈനിലായിരിക്കാനും പ്രിയ സമർപ്പിച്ചതുപോലെ വേദനിക്കുന്ന ജീവിതങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാനൊക്കെ കർത്താവ് നമുക്കൊരു അവകാശം എടുത്ത് തന്നിരിക്കുകയാണല്ലോ. നിങ്ങളുടെ ജീവിതത്തിന്റെ തിരക്കിനിടയിൽ അല്പസമയം കണ്ടെത്തി മറ്റുള്ളവർക്ക് വേണ്ടി ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിപ്പാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഒരു പ്രാവശ്യം കൂടി നിങ്ങളോടുള്ള നന്ദി പ്രാരംഭത്തിലെ അറിയിക്കുന്നു. കാരണം നമുക്ക് ഒരുപാട് വിഷയങ്ങളുള്ളപ്പോൾ, നമ്മുടെ വിഷയങ്ങളിൽ നമ്മൾ ഓവർവെൽമായിരിക്കുമ്പോൾ, നമ്മുടെ വിഷയങ്ങൾ തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാതെ ഇരിക്കുമ്പോൾ, അതിൻ്റെ ഇടയിൽ സമയം കണ്ടെത്തി വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വേറൊരു വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയത്തുള്ളൂ. നമ്മൾ സാധാരണ പറയുന്നത് പോലെയല്ല പ്രവർത്തിക്കുന്നവരും നമുക്കറിയാം. എന്നാൽ അങ്ങനെ സമയം കണ്ടെത്തി വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. സ്നേഹനാരിയമേ സ്വർഗീയ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങനെ വാഴ്ത്തുന്നു. പ്രഭാതം മുതൽ ഇതുവരെ നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് സ്തോത്രം. നീ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹിക്കപ്പെട്ട ആരാധനകൾക്കായി സ്തോത്രം കർത്താവേ. അതിനുശേഷം ഞങ്ങളുടേതായ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് പല കാര്യങ്ങളും ഞങ്ങൾ ഇൻവോൾവ് ആയിരുന്നു. ഈ രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് ലൈനിൽ ഒരുമിച്ച് വീണ്ടും കടന്നു വന്നിരിക്കുന്ന നാളുകളായി ഞങ്ങൾ ചെയ്തു വരുന്ന എല്ലാ സൺഡേയിലും ചെയ്തു വരുന്നത് പോലെ കഷ്ടം അനുഭവിക്കുന്ന വേദനിക്കുന്ന ജീവിതങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ വേണ്ടി ഇന്ന് രാത്രികാലം ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. ലൈനിൽ നിന്റെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ആരംഭിച്ച നിമിഷം മുതൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്ന നിമിഷം വരെ ഈ ലൈനിൽ മേൽ നിന്റെ കൺട്രോൾ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യാതൊരു തടസ്സങ്ങളും ആരുടെയും ലൈനിലുണ്ടാകാതെ നീ സൂക്ഷിക്കണമേ. കടന്നു വന്നിരിക്കുന്ന ജീവിതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിപ്പാൻ വേണ്ടി കർത്താവേ, നീ അവരെ ഒരുക്കിക്കൊണ്ടുവന്നല്ലോ. അവർ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ വിഷയങ്ങളെ കാണുന്ന ദൈവം തക്ക സമയത്ത് മറുപടി നൽകി അവരെ ആദരിക്കുകയും അവർക്ക് മറുപടി നൽകി അവരെ സഹായിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും വേദനിക്കുന്ന ഭാരപ്പെടുന്ന കർത്താവെ, അവരെ നിരാശയിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്നതായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഇന്ന് രാത്രികാലം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നീ ആ വേദനകളെ മാറ്റി, നിരാശകളെ മാറ്റി സന്തോഷം അവരെ ധരിപ്പിക്കുന്ന കർത്താവെ ഒരു രാത്രിയാക്കി രാത്രിയെ മാറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ മറ്റുള്ളവർക്ക് വേണ്ടി ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ വിഷയങ്ങളെ നീ കാണുകയും ആ വിഷയങ്ങൾക്ക് മറുപടിയുമായി നിന്റെ സ്ഥാനത്തെ ആ കുടുംബങ്ങളിലേക്ക്, ഭവനങ്ങളിലേക്ക്, അവരുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരികയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന പ്രിയ കുടുംബത്തെ നമ്മൾ ഇനി ഒരു ഗാനം ശ്രവിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രികാലം നമുക്ക് വേണ്ടി ഗാനം ആലപിക്കുന്നത് ഡാളസിൽ നിന്നും കെ ബാബുവാണ്. ലൈനിലുണ്ടല്ലോ അല്ലേ? അതെ പാസ്റ്റർ. നാം എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി ക്രിസ്തുദാസന്റെ ഗാന കേൾക്കുവാൻ വേണ്ടി സന്തോഷത്തോടും ആകാംക്ഷയോടും കൂടി ആയിരിക്കുമ്പോൾ ഗാനാലാപത്തിനു വേണ്ടി കെ ബാബുവിനെ ഫൗണ്ടേഷൻ നാമത്തിൽ ലൈനിലേക്ക് ക്ഷണിക്കും. കർത്തനേശുവാനിൽ വരുവാൻ തന്റെ കാന്തയെ ചേർത്തിടുവാൻ, കർത്തനേശുവാനിൽ വരുവാൻ തന്റെ കാന്തയെ ചേർത്തിടുവാൻ ഇനിയും കാലം അധികമില്ല, ഇനിയും കാലം അധികമില്ല. നാളുകളെണ്ണി എണ്ണി നമ്മൾ കാത്തിരിക്കും പ്രിയനേ, നാളുകളെണ്ണി എണ്ണി നമ്മൾ കാത്തിരിക്കും പ്രിയനേ. കാണും നാം വേഗമിനി സ്വന്ത കണ്ണുകളാൽ അവനെ, കാണും നാം വേഗമിനി സ്വന്ത കണ്ണുകളാൽ അവനെ. കർത്തനേശുവാനിൽ വരുവാൻ തന്റെ കാന്തയെ ചേർത്തിടുവാൻ, കർത്തനേശുവാനിൽ വരുവാൻ തന്റെ കാന്തയെ ചേർത്തിടുവാൻ ഇനി കാലം അധികമില്ല,
ഇനിയും കാലം അധികമില്ല. വന്നു താൻ വേഗം നമ്മെ തന്റെ സന്നിധൗ ചേർത്തിടുമേ. വന്നു താൻ വേഗം നമ്മെ തന്റെ സന്നിധൗ ചേർത്തിടുമേ. പിന്നെ നാം പിരികയില്ല, ഒരു ഖിന്നതയും വരികയില്ല. പിന്നെ നാം പിരികയില്ല, ഒരു ഖിന്നതയും വരികയില്ല. കർത്തനേശു വാനിൽ വരുവാൻ തന്റെ കാന്തയെ ചേർത്തിടുവാൻ. കർത്തനേശു വാനിൽ വരുവാൻ തന്റെ കാന്തയെ ചേർത്തിടുവാൻ. ഇനിയും കാലം അധികമില്ല, ഇനിയും കാലം അധികമില്ല. നിന്നകളേറ്റും കൊണ്ട് മണ്ണിൽ അന്യരായി പാർത്തിടുന്നു. നിന്നകളേറ്റും കൊണ്ട് മണ്ണിൽ അന്യരായി പാർത്തിടുന്നു. മന്നവൻ വന്നിടുമ്പോൾ അന്നു മന്നരായി വാണിടുന്ന. മന്നവൻ വന്നിടുമ്പോൾ അന്നു മന്നരായി വാണിടുന്ന. കർത്തനേശു വാനിൽ വരുവാൻ തന്റെ കാന്തയെ ചേർത്തിടുവാൻ. കർത്തനേശു വാനിൽ വരുവാൻ തന്റെ കാന്തയെ ചേർത്തിടുവാൻ. ഇനിയും കാലം അധികമില്ല, ഇനിയും കാലം അധികമില്ല. വിട്ടുപിരിഞ്ഞിനിയും നിത്യ വീട്ടിൽ ചെന്നെത്തിടുവാൻ. വിട്ടുപിരിഞ്ഞിനിയും നിത്യ വീട്ടിൽ ചെന്നെത്തിടുവാൻ. ഒരുങ്ങിയുണർന്നു നമ്മൾ നാഥൻ വരുന്നതും കാത്തിരിക്കാം. ഒരുങ്ങിയുണർന്നു നമ്മൾ നാഥൻ വരുന്നതും കാത്തിരിക്കാം. കർത്തനേശു വാനിൽ വരുവാൻ തന്റെ കാന്തയെ ചേർത്തിടുവാൻ. കർത്തനേശു വാനിൽ വരുവാൻ തന്റെ കാന്തയെ ചേർത്തിടുവാൻ. ഇനിയും കാലം അധികമില്ല, ഇനിയും കാലം അധികമില്ല, ഇനിയും കാലം അധികമില്ല. താങ്ക് യു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രത്യാശ നിർഭരമായ ഗാനം പാന്തക്കണം കർത്താവ് നമ്മുടെ കാതുകൾക്ക് ഭാഗ്യം നൽകിയല്ലോ. നമ്മുടെ വേദനകളുടെയും ഭാരങ്ങളുടെയും നിരാശകളുടെയും ഒക്കെ നടുവിൽ കർത്തൻ യേശു വാനിൽ വരുവാൻ തന്റെ കാന്തയെ ചേർക്കുവാൻ ഈ കാലം അധികമില്ല എന്നുള്ള ആ വാർത്ത നമ്മൾ കേൾക്കുമ്പോൾ വേദനകൾ മാറുന്നു, ഭാരങ്ങൾ നീങ്ങുന്നു, നിരാശകൾ നീങ്ങിപ്പോകുന്നു. ഇന്ന് രാത്രികാലം ആ പ്രത്യാശയുടെ കർത്താവിന്റെ വരവിനെ ഉദ്ഘോഷിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഗാനം പാടുവാൻ തക്കോണം കർത്താവ് ദാസനെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. അപ്പന്റെ നാമത്തിലുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഇനിയും അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ തനിക്ക് കർത്താവ് കൊടുത്തിരിക്കുന്ന താലന്ത് ദൈവനാമത്തിനോട് ഉപയോഗിക്കുവാൻ കർത്താവ് തുറന്നും തന്നെ ശക്തീകരിക്കട്ടെ, കുടുംബമായി തന്നെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നമ്മള് ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കുകയാണ്. ചില നിമിഷങ്ങൾ ഇന്ന് രാത്രികാലം നമുക്ക് വേണ്ടി ദൈവവചനം പങ്കുവെക്കുന്നത് കർത്താവദാസൻ പാസ്റ്റർ സി ജോർജ് അവர்களാണ്. നാം എല്ലാവരും ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനാപൂർവം ദൈവവചന ശ്രവണത്തിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കി, കാതുകളെ ഒരുക്കി അത് ഏറ്റെടുക്കുവാനും ആ ദൈവവചനത്തിന് മുമ്പാകെ, അത് കണ്ണാടിയാണല്ലോ, ആ വചനം നമ്മൾ കേൾക്കുന്ന വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ ശോധന ചെയ്യുവാനും വേണ്ട മാറ്റങ്ങൾ വരുത്തുവാനൊക്കെയുള്ള അർപ്പണ മനോഭാവത്തോടു കൂടി നമ്മളായിരിക്കുമ്പോൾ ഇന്ന് രാത്രികാലം നമ്മളോട് വചനം പങ്കുവെക്കേണ്ടതിന് വേണ്ടി കടന്നു വന്നിരിക്കുന്ന കർത്താവദാസൻ പാസ്റ്റർ സി ജോർജിനെ ഓക്ലഹോമ പ്രയർ ലൈൻ പാർട്ട്നേഴ്സിന്റെ നാമത്തിൽ ഈ ലൈനിലേക്ക് സ്വാഗതം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കേൾക്കാമോ?
പ്രൈസ് ദി ലോർഡ്. കേൾക്കാമല്ലോ പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഈ പ്രലയനായിരിക്കുന്ന ഓരോ ദൈവദാസന്മാർക്കും സൗരങ്ങൾക്കും കർത്തൃനാമത്തിലെ എന്റെ വന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രത്യേക ഈ പ്രലയൻ ലീഡ് ചെയ്യുന്നതായ ദൈവത്തിന്റെ ദാസനെ, ഇതിനുവേണ്ടി അധ്വാനിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ, സൗരങ്ങളെ എല്ലാവരെയും കർത്താവ് ദിവസങ്ങളിൽ വളരെ അധികമായിട്ട് അനുഗ്രഹിപ്പാൻ ഇടയായി തീരട്ടെ. പ്രാർത്ഥന ഈ ദിനങ്ങളിൽ ഈ പ്രയർ ലൈൻ കൂടെ ഉയരുന്നത് ഒരു പ്രാർത്ഥനയുടെ ഒരു ചങ്ങല തന്നെയാണല്ലോ ഇതിൽ കൂടെ നടക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനം നാം ചിന്തിക്കുമ്പോൾ നമുക്ക് ഏവർക്കും അറിയാം, പ്രാർത്ഥന അതെ ഓരോ ജീവിതങ്ങളെയും രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം ശക്തിയുള്ളതാണ് പ്രാർത്ഥന. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവമായിട്ടുള്ള ബന്ധം വളരെ വർദ്ധിപ്പിക്കുവാൻ നമുക്ക് അത് മുഖാന്തരം ഇടയായിത്തീരുന്നു. അതെ, മനുഷ്യന്റെ ബുദ്ധിയിലോ അല്ലെങ്കിൽ നമ്മുടെ നാവ് കൊണ്ടോ പ്രാർത്ഥനയുടെ ശക്തിയെ വർണ്ണിപ്പാൻ സാധ്യമല്ല. അതുപോലെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ അതെ ദൈവത്തിന്റെ ഇനത്തിന്റെ പ്രാർത്ഥനയിൽ കൂടെ ചെയ്തെടുക്കുവാൻ കഴിയും. ദിവസങ്ങളിൽ ഈ പ്രാർത്ഥന ചങ്ങലയിലെ ഉയരുന്നതായ വിഷയങ്ങളിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ, അതെ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട് ഒരുമിച്ച് സന്തോഷിപ്പാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഇടയാക്കി തീർക്കട്ടെ. ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വരുന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ദാനിയേലിന്റെ പ്രാർത്ഥനയെ കുറിച്ച് ദാനിയേലിന്റെ പുസ്തകത്തിൽ നമുക്ക് ദാനിയേലിന്റെ പല പ്രാർത്ഥനകളെ കാണുവാൻ കഴിയുന്നു. ആ പ്രാർത്ഥനകളൊക്കെയും അതിന്റെ മറുപടികളും നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്രകാരം ദാനിയേലിന്റെ ജീവിതത്തിലെ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദാനിയേലിന് എതിരായിട്ട് രാജ്യത്തെ രേഖ എഴുതിയിരിക്കുന്നുവെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ ചെയ്തു വന്നിരുന്നത് പോലെ തൻ വീട്ടിൽ ചെന്ന് യെരൂശലേമിന്റെ നേരെ കിളിവാതിൽ തുറന്നിട്ട് മുമ്പേ ചെയ്തു വന്നിരുന്ന പോലെ ദിവസം 3 നേരം ദിവസനിൽ മുട്ടുകുത്തി താൻ പ്രാർത്ഥിപ്പാൻ ഇടയായി തീർന്നു. അവിടെ പ്രത്യേകിച്ച് ദാനിയേലിന്റെ പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ ദാനിയേലിന്റെ പ്രാർത്ഥനകളിൽ ഒക്കെയും കാണുവാൻ കഴിയുന്ന ഒരു വിഷയം, ദൈവത്തിന്റെ വ്യവസ്ഥ അനുസരിച്ചായിരുന്നു ദാനിയേലിന്റെ പ്രാർത്ഥന. അതെ, 9-ാം അധ്യായത്തിലെ വായിക്കുമ്പോൾ അവിടെ ദാനിയേലിന്റെ ഒരു പ്രാർത്ഥനയെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അവിടെ ദാനിയേൽ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ എന്റെ പാപം എന്നോട് ക്ഷമിക്കണം, എന്റെ ജനത്തിന്റെ പാപം എന്നോട് ക്ഷമിക്കണം, ഞങ്ങൾ വികടമായി നടന്നു, ഞങ്ങൾ നിന്നോട് പാപം ചെയ്തു എന്ന് പറഞ്ഞ് ദാനിയേൽ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതെ, തന്റെ ജനത്തിന്റെയും തന്റെയും പാപങ്ങളേറ്റു പറഞ്ഞുകൊണ്ട് ഒരു ശുദ്ധീകരണത്തോടെ ദിവസനിൽ കടന്നു എന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ദാനിയേലിന്റെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ചിന്തിച്ചാലും തന്നെ ദൈവവചന വ്യവസ്ഥ പ്രകാരം സൂക്ഷിക്കുന്നതായ ഒരു വ്യക്തിയായിരുന്നു ദാനിയേൽ. എന്നാൽ ആ ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ ജീവിച്ചിരുന്ന താൻ ദിവസനിൽ കടന്നു ചെല്ലുമ്പോൾ അതേ ദൈവത്തോട് തന്റെ കുറവശങ്ങൾ ഏറ്റുപറഞ്ഞ് ജനത്തിന്റെ കുറവശങ്ങളെ, ജനത്തിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ആ ജനത്തിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുപോലെ നാം വായിച്ച വാക്യത്തിലും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, യെരൂശലേമിന് നേരെ തന്റെ മാളിക മുറിയുടെ കിളിവാതിൽ തുറന്നിട്ടുകൊണ്ട് പ്രാർത്ഥിച്ചു എന്ന്. പഴയ നിയമത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ ഒരു വ്യവസ്ഥ കാണുവാൻ കഴിയുന്നുണ്ട്. ശലോമോൻ ദൈവത്തിന്റെ ആലയം ദിവസനിൽ അത് പ്രതിഷ്ഠിച്ചതിന് ശേഷം ദിവസനിൽ പ്രാർത്ഥിക്കുന്ന ആലയം പ്രതിഷ്ഠിക്കുന്നതായ അവസ്ഥകളിൽ 1 രാജാക്കന്മാർ 8-ാം അധ്യായം അതിന്റെ 46-ാം വാക്യം മുതലുള്ള വാക്യങ്ങളിൽ മുന്നോട്ട് വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു: അവർ നിന്നോട് പാപം ചെയ്യുകയും നീ അവരോട് കോപിച്ച് അവരെ ശത്രുവിനെ ഏൽപ്പിക്കുകയും അവൻ അവരെ ദൂരത്തോ സമീപത്തോ ഉള്ള ശത്രുവിന്റെ ദേശത്തേക്ക് ബദ്ധരായി കൊണ്ടുപോവുകയും ചെയ്താൽ
അവരെ പിടിച്ചുകൊണ്ടുപോയിരിക്കുന്ന ദേശത്ത് വെച്ച് അവർ ഉണർന്ന് മനം തിരിഞ്ഞ് അവരെ ബദ്ധരായി കൊണ്ടുപോയ ദേശത്ത് വെച്ച് ഞങ്ങൾ പാപം ചെയ്ത് അകൃത്യവും ദുഷ്ടതയും പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നിന്നോട് യാചിക്കുകയും അവരെ പിടിച്ചുകൊണ്ടുപോയ ശത്രുക്കളുടെ ദേശത്ത് വെച്ച് അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങളിലേക്ക് തിരിഞ്ഞ് നീ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് നീ തിരഞ്ഞെടുത്ത നഗരത്തിലേക്ക് ഞാൻ നിന്റെ നാമത്തിന് പണിതിരിക്കുന്ന ഈ ആലയത്തിലേക്കും നോക്കി നിന്നോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ അവരുടെ പ്രാർത്ഥനയും യാചനയും കേട്ട് അവർക്ക് ന്യായം പാലിച്ചു കൊടുത്ത് നിന്നോട് പാപം ചെയ്ത നിന്റെ ജനത്തോട് അവർ നിന്നോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെയും ക്ഷമിക്കുകയും അവരെ ബദ്ധന്മാരായി കൊണ്ടുപോയവർക്ക് അവരോട് കരുണ തോന്നത്തക്കണം അവർക്ക് കരുണ ലഭിക്കുമാറും ആക്കുകയും ചെയ്യണം. ഈ വ്യവസ്ഥയുടെ വെളിച്ചത്തിലാണ് ദാനിയേൽ യെരൂശലേമിന്റെ നേരെ തന്റെ മാളിക മുറിയുടെ കിളിവാതിൽ തുറന്നിട്ടുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇടയായി തീർന്നത്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേ ശലോമോൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ നിന്റെ ജനം പാപം ചെയ്ത് അതേ ശത്രുവിനെ അടിമയായി മറ്റൊരു ദേശത്തേക്ക് കടന്നു പോകുവാൻ ഇടയായി തീർന്നാൽ നിന്റെ നാമത്തിൽ പണിതിരിക്കുന്ന ഈ ആലയത്തിലേക്ക് നോക്കി അവർ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പാപം അവരോട് ക്ഷമിച്ച് അവരെ മടക്കി കൊണ്ടുവരുമാറാകണം. ആ വ്യവസ്ഥ അനുസരിച്ച് അതേ ദാനിയേൽ ആ മാളിക മുറിയുടെ കിളിവാതിൽ തുറന്നിട്ട് അദ്ദേഹത്തിന്റെ ആലയമായിരുന്ന മനോഹര ദേശമായിരുന്ന യെരൂശലേമിന്റെ നേരെ നോക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അതെ തന്റെയും തന്റെ ജനത്തിന്റെയും വിടുതലിനു വേണ്ടി അവിടെ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ അതെ താൻ അവിടെ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനയെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ താൻ ചെയ്തു വന്നിരുന്നത് പോലെ തനിക്കെതിരായിട്ട് രേഖ എഴുതിയപ്പോൾ മാത്രമല്ല താൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അതേ ദിവസങ്ങളിൽ മുട്ടുകളെ മടക്കുവാൻ ഇടയായി തീർന്നത്. അതേ തന്റെ ജീവിതത്തിൽ വ്യക്തമായൊരു പ്രാർത്ഥന ജീവിതം ഉണ്ടായിരുന്നു. ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിലാണ് താൻ ജീവിക്കുവാൻ ഇടയായി തീർന്നത്. ആ പ്രാർത്ഥന ജീവിതം ഉണ്ടായിരുന്നതായ ദാനിയേൽ തനിക്ക് അതേ ഒരു പ്രശ്നം വന്നപ്പോൾ തനിക്കെതിരായിട്ട് രേഖ എഴുതിയപ്പോൾ തന്റെ ജീവിതത്തിൽ ഒരു വിഷയം വന്നപ്പോൾ താൻ മറ്റാരെയും ആശ്രയിക്കുവാൻ മറ്റാരുടെയും മുഖത്തേക്ക് നോക്കുവാൻ പോയില്ല. താൻ അതേ പതിവ് പോലെ തന്നെ ദൈവത്തിൽ മുട്ടുമടക്കി തന്റെ വിഷയത്തെ തന്റെ പ്രശ്നത്തെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ദാനിയേലിന് എതിരായിട്ട് രേഖ എഴുതിയതിനെ കുറിച്ച് ദൈവവചനത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് അതെ രാജാവ് തന്നെ സർവ രാജ്യത്തിനും അധികാരിയാക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചു. ആ രാജ്യം ഭരിക്കുവാൻ വേണ്ടി 120 പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെയും ദാര്യാവേശ് രാജാവ് നിയമിച്ചിട്ട് അതിൽ അതെ ഏറ്റവും ഉത്കൃഷ്ട മാനസനായിട്ട് ദാനിയേൽ അതെ അവിടെ തന്നെ ദൈവമാക്കിയ സ്ഥാനത്ത് ആയിരുന്നതായിട്ട് രാജാവിന് കാണുവാൻ കഴിഞ്ഞു. ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നത് കൊണ്ട് ഈ പ്രധാന അധ്യക്ഷന്മാരിലും പ്രധാനി ആക്കുവാൻ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ രാജാവ് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ രാജാവ് ദാനിയേലിനെ ഉയർത്തുവാൻ ആഗ്രഹിച്ചപ്പോൾ ദാനിയേലിനെതിരായിട്ട് ഒരു വിരോധമായിട്ടൊരു കാരണം കണ്ടെത്തുവാൻ ഈ ദേശാധിപതിമാരെ അന്വേഷിക്കുകയാണ്. എന്നാൽ ദാനിയേലിൽ അതെ യാതൊരു കുറ്റവും അവർക്ക് കാണുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ ദാനിയേലിൽ ഒരു കുറ്റവും കാണുവാൻ കഴിയാതെ വന്നപ്പോൾ ദാനിയേലിനെ താൻ സേവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിലല്ലാതെ തനിക്കെതിരായിട്ട് ഒരു കുറ്റം കണ്ടെത്തുവാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കിയ ദാനിയേലിന്റെ ശത്രുക്കൾ ദാനിയേലിനെതിരായിട്ട് രാജാവിനെ കൊണ്ട് രേഖ എഴുതിക്കുകയാണ്. എന്നാൽ തനിക്കെതിരായിട്ട് രേഖ എഴുതപ്പെട്ടപ്പോഴും അതേ താൻ ആ ദൈവത്തിൽ ആശ്രയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ദാനിയേലിനെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദാനിയേലിനെ കുറിച്ച് ദാനിയേലിന്റെ പുസ്തകം 5-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ദേവന്മാരുടെ ആത്മാവുള്ളവൻ, പ്രകാശവും ബുദ്ധിയും വിശേഷ ജ്ഞാനവും ഉള്ളവൻ എന്ന് ദൈവവചനത്തിൽ ദാനിയേലിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന വിശേഷ ജ്ഞാനമുള്ളവൻ, അതെ ദേവന്മാരുടെ ആത്മാവുള്ളവൻ. എങ്ങനെയാണ് ഈ ദേവന്മാരുടെ ആത്മാവ് ദാനിയേലിന് ലഭിക്കുവാൻ അല്ലെങ്കിൽ വിശേഷ ബുദ്ധി ദാനിയേലിന് ലഭിക്കുവാൻ ഇടയായി തീർന്നത്? തന്നിൽ ദൈവം പകർന്നതായ ദൈവത്തിന്റെ ആത്മാവ്. അതെ ആ
ഞാൻ ആത്മാവേ, അതെ അതെ അവിടെ അവരുടെ ഭാഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദേവന്മാരുടെ ആത്മാവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് തനിക്ക് ജ്ഞാനം നൽകി കൊടുക്കുവാൻ, വിശേഷ ബുദ്ധി നൽകി കൊടുക്കുവാൻ, അതെ ദേശാധിപതിമാരെ അതെ രാജാവ് അവിടെ നിയമിച്ചപ്പോൾ അവരിൽ ഉത്കൃഷ്ട മനസ്സനായി തീരുവാൻ ദാനിയേലിന്റെ ജീവിതത്തിൽ ഇടയായി തീർന്നു. അത് മുഖാന്തരം തനിക്ക് അവിടെ ശത്രുക്കൾ ഉണ്ടാകുകയാണ്. എന്നാൽ ദാനിയേലിന്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ദൈവം കൊടുത്തതായ ഈ ജ്ഞാനം, ദൈവത്തിന്റെ കൃപയിൽ തനിക്ക് ലഭിച്ചതായ ഈ സ്വർഗീയ ജ്ഞാനത്തിന്റെ മുമ്പിൽ തന്നെ തോൽപ്പിക്കുവാൻ മറ്റുള്ളവരൊക്കെയും ശ്രമിച്ചു. എന്നാൽ അവർക്കൊന്നും ദാനിയേലിനെ അവിടെ പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവയെ ഞാൻ നിങ്ങളോട് ചട്ടങ്ങളും വിധികളും ഉപദേശിച്ചിരിക്കുന്നു, അവയെ പ്രമാണിച്ച് നടക്കുവിൻ. ഇതു തന്നെയല്ലോ ജാതികളുടെ ദൃഷ്ടിയിൽ നിങ്ങളുടെ ജ്ഞാനവും വിവേകവും ആയിരിക്കുന്നത്. അവർ ഈ കൽപ്പനകളൊക്കെയും കേട്ടിട്ട് ഈ ശ്രേഷ്ഠ ജാതി ജ്ഞാനവും വിവേകവും ഉള്ള ജനം തന്നെ എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനത്തിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച്, ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ച് നാം ജീവിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ദൈവമാണ് നമുക്ക് ജ്ഞാനം തരുന്നത്, ദൈവമാണ് നമുക്ക് വിവേകം തരുന്നത്. അതേ മറ്റുള്ളവർ നമ്മെക്കുറിച്ച് ഈ ശ്രേഷ്ഠ ജാതി ഹല്ലേലൂയ അവരുടേതായ അജ്ഞാനത്തെ കുറിച്ച് മറ്റുള്ളവരെ അതെ പുകഴ്ത്തുവാൻ ഇടയായി തീരും. അതായത് നാം ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുമ്പോൾ ദൈവത്തെ അനുസരിച്ച് ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് നാം ജീവിക്കുമ്പോൾ ദൈവം തന്റെ ജ്ഞാനം നമ്മിൽ പകരുവാൻ, ദൈവത്തിന്റെ ആത്മാവിനെ പകർന്ന് നമ്മെ ജ്ഞാനികളാക്കുവാൻ ഇടയായി തീരും. നമ്മിൽ ദൈവം നൽകുന്നതായ അതെ ആ ജ്ഞാനം നമ്മായിരിക്കുന്ന ഇടങ്ങളിൽ നമ്മെ ഉയർത്തുവാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ അതെ നമ്മുടെ അധികാരികൾ നമ്മെ മാനിക്കുവാൻ കാരണമായി തീരും. പുറപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ പെട്ടകത്തിന്റെ പണിക്ക് വേണ്ടി മോശ മുഖാന്തരം ദൈവം ചിലരെ തെരഞ്ഞെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ബെസലേലിനെ ദൈവം തെരഞ്ഞെടുത്തിട്ട് ബെസലേലിനെ പെട്ടകത്തിന്റെ പണിക്ക് വേണ്ടി അത് ദൈവത്തിന്റെ ഹൃദയപ്രകാരം ആ പെട്ടകത്തിന്റെ പണി ചെയ്യുവാൻ വേണ്ടി അതെ പുറപ്പാട് പുസ്തകം 35-ാം അധ്യായം 33-ാം വാക്യത്തില് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവം അവനെ ദിവ്യാത്മാവിൽ നിറച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ ദിവ്യാത്മാവിൽ അവനെ ജ്ഞാനവും ബുദ്ധിയും അറിവും ദൈവം പകർന്നു കൊടുക്കുവാൻ ഇടയായി തീർന്നു. ആ പെട്ടകത്തിന്റെ പണി, ദൈവീയ സാന്നിധ്യം ഇറങ്ങി വസിക്കുന്നതായ ആ പെട്ടകത്തിന്റെ പണി തനിക്ക് ചെയ്യുവാൻ വേണ്ടി ദൈവം അവന് കൊടുത്ത ജ്ഞാനം ദിവ്യാത്മാവിൽ അവനെ നിറച്ചാണ് ആ ജ്ഞാനം അവന് നൽകുവാൻ ഇടയായി തീർന്നത്. ദൈവത്തിന്റെ ആത്മാവിൽ ബെസലേൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അതെ ആ ദൈവത്തിന്റെ ആത്മാവ് തന്നിൽ വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു പണി ചെയ്യുവാൻ അതെ ഒരു വശം പറഞ്ഞാൽ മോശെ കാട്ടിൽ അതെ ആ ബെസലേൽ ജ്ഞാനത്തിൽ വലിയവനായി തീരുവാൻ ഇടയായി തീർന്നു. ദൈവം തന്റെ ജ്ഞാനം തന്നിൽ പകർന്ന് ദൈവത്തിന്റെ ഹൃദയപ്രകാരം അതിൻ്റെതായ പണി ചെയ്യുവാൻ ഇടയാക്കി. അതുപോലെ ദാനിയേലിനെ കുറിച്ച് നാം അവിടെ വായിക്കുമ്പോൾ ദാനിയേല് അതെ താൻ സേവിക്കുന്നതായ ആ ദൈവത്തിൽ ആശ്രയിച്ച് തന്റെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെടാതെ മുന്നോട്ട് പോയത് കൊണ്ട് അതെ ആ ദാനിയേലിന്റെ പുസ്തകത്തിൽ നാം പല ഭാഗങ്ങളിൽ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് അതെ പല രാജാക്കന്മാരെ അവിടെ മാറി മാറി വരുവാൻ ഇടയായി തീർന്നു. അതുപോലെ തന്നെ പല സാമ്രാജ്യങ്ങളും മാറി വന്നു. എന്നാൽ രാജാക്കന്മാർ മാറിയ സ്ഥാനത്ത് അതെ സാമ്രാജ്യങ്ങളെ മാറി വന്ന സ്ഥാനത്ത് ദൈവം ദാനിയേലിനെ ആക്കി വെച്ച സ്ഥാനത്ത് നിന്ന് ദാനിയേലിനെ മാറ്റുവാൻ, ദാനിയേലിനെ ദൈവം ആക്കിയ സ്ഥാനത്തു നിന്ന് അതെ എടുത്തു കളയുവാനോ അല്ലെങ്കിൽ അവിടുന്ന് മാറ്റുവാനോ മറ്റാർക്കും കഴിഞ്ഞില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവിടെ നാം വായിച്ച വാക്യത്തിൽ കാണുന്നത് അതെ തനിക്കെതിരായി രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്ന് ഇട്ടിട്ട് താൻ മുമ്പേ ചെയ്തു വന്നിരുന്നത് പോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് താൻ പ്രാർത്ഥിച്ച്
സ്തോത്രം ചെയ്തു. ദൈവമായിട്ട് ഒരു ബന്ധമുണ്ടായിരുന്നതായ ദാനിയേൽ, ദൈവമായിട്ട് പ്രാർത്ഥനയിൽ ദിനം തോറും ആ ബന്ധത്തിലായിരുന്നതായ ദാനിയേൽ തന്റെ മുമ്പിൽ വന്ന ആ വലിയ വിഷയത്തിന്റെ മുമ്പിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തന്റെ ഹൃദയത്തിൽ വലിയൊരു ധൈര്യമുണ്ടാകുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. താൻ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്തു. തന്റെ മുമ്പിൽ വന്ന ഈ വിഷയത്തിന്റെ മുമ്പിൽ ദൈവം പ്രവർത്തിക്കുവാൻ പോകുന്നു എന്നുള്ള ധൈര്യത്തോടെ തന്നെ ദാനിയേൽ അവിടെയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ദാനിയേലിന്റെ ജീവിതത്തിൽ നോക്കിയാൽ ദാനിയേലിന് പ്രാർത്ഥനാ ജീവിതമുള്ള വ്യക്തിയായിരുന്നു. താൻ ദൈവമായിട്ടുള്ള ആ ബന്ധത്തിൽ ദൈവത്തിന്റെ പ്രമാണമനുസരിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ തന്നെ ആ സിംഹക്കുഴിയിൽ ഇടുവാൻ ഇടയായി. എന്തുകൊണ്ടാണ് ദാനിയേൽ പ്രാർത്ഥിച്ചിട്ടും ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടുവാൻ ഇടയായി തീർന്നത്? എന്നാൽ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ചില താല്പര്യങ്ങളുണ്ട്. ദൈവം എന്റെ വിഷയത്തിന്റെ മുമ്പിൽ ഇന്ന പ്രകാരം എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം, ഇന്ന പ്രകാരം പ്രവർത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ താല്പര്യത്തോടെ നാം പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ നാം പ്രാർത്ഥിക്കുന്ന നിലയിൽ, നാം ആഗ്രഹിക്കുന്ന നിലയിലായിരിക്കില്ല ചിലപ്പോൾ നമുക്ക് മറുപടി ലഭിക്കുന്നത്. ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടിട്ടും ആ സിംഹങ്ങൾ ദാനിയേലിനെ തൊടുവാൻ ഇടയാകാതെ ദൈവം തന്നെ അവിടെ ദാനിയേലിനോട് കൂടെ ദൈവീയ സാന്നിധ്യം ദാനിയേലിനോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് ദൈവവചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. തന്റെ ഭക്തന്മാർ ദൈവത്തിനെ വിലയേറിയവരാണ്. ഒരുപക്ഷെ തീച്ചുള്ളയുടേതായ അനുഭവങ്ങളിൽ കൂടി നാം കടന്നു പോകേണ്ടി വന്നു കഴിഞ്ഞാൽ, സിംഹക്കുഴിയുടെ അനുഭവങ്ങള്, പൊട്ടക്കുഴിയുടേതായ അവസ്ഥകൾ, പൊട്ടക്കിണറിൻ്റെതായ അവസ്ഥകളൊക്കെയും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഒരുപക്ഷെ നാം പ്രാർത്ഥിക്കുന്ന നിലയിൽ നമുക്ക് മറുപടി ലഭിച്ചില്ല എങ്കിലും ആ വിഷയത്തിന് മുമ്പിൽ, ആ പ്രശ്നങ്ങളുടെ മധ്യത്തില് നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ വിടുവിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. തന്നെയുമല്ല, ദാനിയേലിനെ ആ സിംഹക്കുഴിയിൽ ഇട്ടത് മുഖാന്തരം ദാനിയേലിന് ഒരു പോറൽ പോലും ഏൽക്കാതെ ദൈവം അവിടെ വിടുവിച്ചു. അതിൽ ഉപരിയായിട്ട് ദൈവത്തിന്റെ നാമം ദാനിയേലിൽ കൂടെ അവിടെ മഹത്വപ്പെടുവാൻ, ദൈവനാമം രാജ്യത്തെ മഹത്വപ്പെടുവാൻ ഇടയായതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. 91-ാം സങ്കീർത്തനം അതിന്റെ 14-15 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു: അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിട്ടുവയ്ക്കും, അവൻ എന്റെ നാമത്തെ അറിയിക്കയാൽ ഞാൻ അവനെ ഉയർത്തും, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവനെ ഉത്തരം അരുളും, കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. 4-ാം വാക്യത്തിൽ വായിക്കുന്ന അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിട്ടുവയ്ക്കും, അവൻ എന്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. നമ്മുടെ നാട്ടിൽ നിന്ന്, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ രാജ്യത്ത് കടന്നു വന്ന് ഈ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ ആയിരിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ നിയമങ്ങളെ, മറ്റു പല വിഷയങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളെ, പ്രതികൂലങ്ങളെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ആരാധനയ്ക്ക്, നമ്മുടേതായ ഭക്തിക്ക്, ഭയത്തിന്, ദൈവത്തോടുള്ള ആ ഭക്തി മുറുകെ പറ്റി മുന്നോട്ട് പോകാൻ തടസ്സമായി തീരുമ്പോൾ, നമ്മുടെ ജോലി, നമ്മുടെ ജീവിതത്തിൽ ജോലിയുടെ മുമ്പിൽ പല വിഷയങ്ങളുണ്ടാകുമ്പോൾ, നമ്മുടെ ആത്മീയ ജീവിതത്തിന് തടസ്സമായി മറ്റു വിഷയങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ദൈവത്തോട് പറ്റിയിരിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ദൈവവചനത്തിൽ പറയുന്നത് പോലെ അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിട്ടുവയ്ക്കും, അവൻ എന്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. വ്യക്തിപരമായ പ്രാർത്ഥനയെക്കുറിച്ച്, പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് നമുക്കറിയാം. ഓരോ ദിനവും നമ്മൾ പ്രാർത്ഥനയിൽ വർദ്ധിച്ചു വരുമ്പോൾ, ഓരോ ദിനവും പ്രാർത്ഥനയിൽ നമ്മൾ മുന്നേറുമ്പോൾ ദൈവമായിട്ട് അടുത്ത് ജീവിപ്പാൻ, ദൈവത്തിന്റെ സന്നിധിയോടെ അടുത്ത് ചെല്ലുവാൻ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ശക്തി അധികമായി നമ്മിൽ പകരപ്പെടുവാൻ ഇടയായിത്തീരും. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ശക്തി അധികമായി നമ്മിൽ പകരപ്പെടുമ്പോൾ പ്രശ്നങ്ങൾ കടന്നു വരുന്ന സ്ഥാനത്ത്, പ്രതികൂലങ്ങൾ കടന്നു വരുന്ന സ്ഥാനത്ത് ധൈര്യത്തോടെ അതിനെ നേരിടുവാൻ, തന്നെയുമല്ല നമ്മിൽ പകരപ്പെടുന്ന പരിശുദ്ധാത്മാവെ നമുക്ക് ആലോചന നൽകി തന്ന് പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ അതിനെ നേരിടുവാനുള്ളതായ ആലോചന പരിശുദ്ധാത്മാവ് നൽകി തന്നെ നമ്മെ നിലനിർത്തുവാൻ ഇടയായിത്തീരും. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിട്ടുവയ്ക്കും, അവൻ എന്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവനെ ഉത്തരം അരുളും. ദാനിയേലിന്റെ ജീവിതത്തിലും ഇതേ അനുഭവം നമുക്ക് കാണുവാൻ കഴിയുന്നു. ദാനിയേൽ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ദൈവം
അതേ ദാനിയേലിന് മറുപടി നൽകുവാൻ, ദാനിയേലിനെ വിടുവിക്കുവാൻ ഇടയായി തീർന്നു. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ജനമായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലും പ്രൈസ് ദി ലോർഡ് കഷ്ടതകൾ കടന്നു വരും. ക്രിസ്ത്യ ജീവിതത്തിൽ കഷ്ടതയുണ്ട്. അത് അപ്പോസ്തല പ്രവൃത്തിയിൽ തന്നെ നാം വായിക്കുന്നു. അനേക കഷ്ടങ്ങളിൽ കൂടെ നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടവരല്ലയോ. എന്നാൽ നമുക്ക് കഷ്ടത കടന്നു വരുന്നതിലല്ല, അനർത്ഥങ്ങൾ കടന്നു വരുന്നതിലല്ല. സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും ദൈവം അവനെ വിട്ടുവയ്ക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടങ്ങളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ നമ്മുടെ ദൈവം നമുക്ക് മതിയായവനാണ്, അവൻ ശക്തനാണ്. ആകയാൽ ഈ ദിവസങ്ങളിൽ ആ ദൈവത്തോട് പറ്റിയിരിക്കുന്നതായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഈ പ്രയർ ലൈനിലായിരിക്കുന്ന ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയിൽ കൂടെ ദൈവമായിട്ട് അടുത്ത് ജീവിപ്പാൻ കഴിയുന്നുവെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ആകയാൽ ഈ ദിവസങ്ങളിൽ ദൈവത്തോട് പറ്റിയിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിടുതലിനെ ദൈവം നമ്മെ ഉയർത്തുവാൻ, കഷ്ടകാലത്ത് ദൈവം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ വിടുവിക്കുവാൻ അത് മുഖാന്തരമായി തീരും. ദാനിയേലിന്റെ ജീവിതത്തിൽ ദാനിയേലിനെ വിടുവിച്ച ദൈവം നമ്മോട് കൂടെ ഇരുന്ന് അത് വിടുവിക്കും. ദൈവത്തിന്റെ കരം കഴിഞ്ഞ നാളുകളിൽ പ്രവർത്തിച്ച ദൈവത്തിന്റെ കരം ഇന്നും കൂടുതലായി പോയിട്ടില്ല. അവൻ നമ്മെ വിടുവിക്കുവാൻ ശക്തനാണ്, അവൻ നമ്മെ നടത്തുവാൻ മതിയായവനാണ്. ആകയാൽ ഈ പ്രയർ ലൈനിലായിരിക്കുന്ന ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിപ്പാൻ ഇടയായി തീരട്ടെ. ലീഡിയുന്ന ദൈവത്തിന്റെ ദാസനെ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും ദൈവം മാനിക്കുവാൻ ഇടയായി തീരട്ടെ. എന്നെക്കുറിച്ചൊരു വാക്ക് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നാട്ടിൽ നിന്ന് അമേരിക്കയിൽ വിസിറ്റിങ്ങിന് വന്ന ഒരു ദേവദാസനാണ്. നാട്ടിൽ കരുതൽ IPC ചർച്ചിനോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. അതിൽ ഉപരിയായി കുട്ടികളുടെയും യൂത്തിന്റെയും ഇടയിലുള്ള ഒരു മിനിസ്ട്രി ഉണ്ട്. തിമോത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിലാണ് ഞങ്ങളുടെ പ്രവർത്തനത്തെ അറിയുന്നത്. ആ പ്രവർത്തനത്തിൽ കൂടെ അനേക കുഞ്ഞുങ്ങളെ, അനേക യുവാക്കളെ ദൈവസന്നിധിയോട് അടുപ്പിക്കുവാൻ, അനേകരെ രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവരുവാൻ ദൈവം ഇടയാക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുമെന്ന് അപേക്ഷയോടെ എന്റെ വാക്കുകളിലൂടെ നടത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആലോചന ഇന്ന് രാത്രികാലം നമ്മളുമായിട്ട് പങ്കുവെച്ച കർത്താവിനെ നന്ദി പാർട്ട്നേഴ്സിന്റെ സമയത്ത് അറിയിക്കുന്നു. വളരെ ശാന്തമായിട്ടാണ് കർത്താവിന്റെ ദാസന് നമ്മളോട് സംസാരിച്ചതെങ്കിലും വളരെ ഗഹനമായ ഒരു ചിന്തയാണ് താൻ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മളോട് പങ്കുവച്ചത്. നമുക്കറിയാം, തന്റെ ജീവൻ അപകടത്തിൽ ആണെന്ന് അറിഞ്ഞിട്ടും വാക്യം നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നത് ദാനിയേല് ഒന്നും ചേഞ്ച് ചെയ്തില്ല. തന്റെ സ്കെഡ്യൂളിൽ യാതൊരു മാറ്റവും വരുത്തിയില്ല. കാരണം നമ്മളവിടെ കാണുന്ന താൻ മുമ്പേ ചെയ്തു വന്നിരുന്നത് പോലെ തനിക്കൊരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരുന്നത് കൊണ്ട് തനിക്കൊന്നും ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വന്നില്ല. ഫോൺ എടുത്ത് 4 പേരെ വിളിക്കേണ്ടി വന്നില്ല. നമ്മുടെ ഇന്നത്തെ ഇത് പറഞ്ഞാൽ ഒരു 21 പ്രസിദ്ധ ഇരിക്കുകയാണെന്ന് പറയേണ്ടി വന്നില്ല. കാരണം തനിക്കറിയായിരുന്നു തനിക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല. കാരണം തന്റെ ജീവിതത്തിൽ അത് താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ തന്നെ താൻ പ്രാർത്ഥിച്ചു. മാത്രമല്ല, പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ താൻ സ്തോത്രം ചെയ്തു. തനിക്കറിയായിരുന്നു ദൈവം മറുപടി തരുമെന്നറിയായിരുന്നു. പക്ഷെങ്കിൽ ആ മറുപടി എന്തോ ആണെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ എന്തായിരുന്നാലും താൻ സ്തോത്രം ചെയ്തു. ദൈവം തരുന്ന മറുപടി അത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് താൻ സ്തോത്രം ചെയ്തു. അപ്പം ഇന്ന് രാത്രികാലം നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണല്ലോ കടന്നു വന്നിരിക്കുന്നത്. പ്രാർത്ഥിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് നമ്മുടെ ടീമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് പോലെ എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായി തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചോദിക്കുന്ന ഉത്തരവാദിത്വം നമ്മുടെയാണ്, തരുന്ന ഉത്തരവാദിത്വം കർത്താവിൻ്റെതാണ്. അപ്പം അത് നമ്മൾ ചെയ്യുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മൾ സ്തോത്രം ചെയ്യുക. അത് കർത്താവ് മറുപടി തരുക. മറുപടി എന്തായിരുന്നാലും അതിന് സ്തോത്രം എന്ന് പറയാനുള്ള ഒരു വിശാല മനസ്കത നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി തീരുമെന്ന് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നു. മാത്രമല്ല, അവർ പ്രാർത്ഥിക്കുന്നവരായിരുന്നത് കൊണ്ട് തനിക്ക് വിശേഷ ബുദ്ധി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നു. ദിവ്യജ്ഞാനമുള്ള വ്യക്തിയായിട്ട് മാറുവാൻ തക്കവണ്ണം ഉണ്ടായിരുന്നു നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നു. മാത്രമല്ല, നമുക്ക് അവസാനം പറഞ്ഞു നിർത്തിയത് നമുക്കുള്ള ഒരു വാക്തത്വമാണ്. കാരണം ദൈവത്തോട് പറ്റിയിരിക്കുന്നവനെ ദൈവം വിടുവിക്കുന്നു, തന്റെ നാമത്തെ അറിയുന്നവനെ ഉയർത്തുന്നു, വിളിച്ചപേക്ഷിക്കുന്നവന് ഉത്തരമരുളുന്നു. 3 കാര്യങ്ങൾ, 3 വെർബാണ്, 3 ക്രിയാപദങ്ങളാണ്. ആ 3 ക്രിയാപദങ്ങൾക്കും മറുപടി ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നു. പറ്റിയിരിക്കുന്നവനെ വിടുവിക്കുന്ന ദൈവം, നാമത്തെ അറിയുന്നവനെ ഉയർത്തുന്ന ദൈവം, വിളിച്ചപേക്ഷിക്കുന്നവന് ഉത്തരമരുളുന്ന ദൈവം. ആ ദൈവത്തെയാണ് ഇന്ന് രാത്രികാലം നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത്. ആ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. കർത്താവിന്റെ ദാസനെയും തന്റെ പ്രവർത്തനത്തെ ഓർത്തു നമുക്ക് പ്രാർത്ഥിക്കാം. ശേഷിച്ച് താൻ ഏർപ്പെട്ടിരിക്കുന്ന തന്റെ ചുമതലയിലുള്ള ദൈവസഭ, അതുപോലെ തന്നെ തിമോത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വർക്ക്,
കുഞ്ഞുങ്ങളുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെയൊക്കെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുവാൻ തക്കണം. ദൈവരാജ്യത്തിന് മുതൽക്കൂട്ടായിരിക്കാൻ തക്കണം കർത്താവനദാസനെ തന്റെ പ്രവർത്തികൾ പ്രാർത്ഥിക്കാം. ഗാനം ആലപിച്ച കർത്താവനദാസനെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആദ്യത്തെ 1 മണിക്കൂർ നമ്മൾ പ്രാർത്ഥിപ്പാനും ദൈവവചനം കേൾപ്പാനും ഗാനം ശ്രമിപ്പാനും ഒക്കെ നമുക്ക് ഇടയായി തീർന്നല്ലോ. നമ്മൾ പ്രാർത്ഥനയുടെ തീമായിട്ട് എടുത്തിരിക്കുന്നതായ കഷ്ടമനുഭവിക്കുന്നതായ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് രാജ്യങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണല്ലോ. നമ്മൾ കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥിച്ചു തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നതായ പെർസിക്യൂട്ട് ചെയ്യുന്ന രാജ്യങ്ങളുടെ കുറെ രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ നമുക്ക് ഇടയായി തീർന്നു. ബാക്കി രാജ്യങ്ങൾ നമ്മൾ തുറന്നു ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ല, ഇന്ന് രാത്രികാലം ഓർത്തിരിക്കണം, പെർസിക്യൂഷൻ എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമല്ല. പെർസിക്യൂഷൻ തുടങ്ങിയിട്ട് 2 സഹസ്രാബ്ദത്തോളം ആകുന്നു എന്ന് നമുക്ക് കാണുവാൻ കാണാൻ കഴിയുന്നു. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് രേഖപ്പെടുത്തപ്പെട്ട പെർസിക്യൂഷൻ, റിലീജിയസ് പെർസിക്യൂഷൻ ഉണ്ടായിരുന്നു, ഉപദ്രവങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ മതപരമായ വിഷയങ്ങളിൽ പീഡിപ്പിച്ചത് AD BC 175 മുതൽ 164 വരെ സിറിയയും പലസ്തീനും യഹൂദന്മാരെയൊക്കെ അടക്കി ഭരിച്ചിരുന്ന ഈജിപ്തും ഒക്കെ ഭരിച്ചിരുന്നതായ അന്ത്യോക്കോസ് എപ്പിഫാനസ് എന്ന് പറയുന്നതായ നീചനായ ചക്രവർത്തിയാണ്, അല്ലെങ്കിൽ രാജാവാണ്. തന്നെ കുറിച്ച് പറയുന്നത് താൻ ആണ് ആദ്യമായിട്ട് ഈ പെർസിക്യൂഷൻ, റിലീജിയസ് പെർസിക്യൂഷൻ വേൾഡിൽ അവതരിപ്പിച്ചത്. തന്റെ ഉപദ്രവകാലത്ത് 40,000 യഹൂദന്മാരെയാണ് താൻ ഏറ്റവും കൂടുതൽ അവിടെ കൊന്നൊടുക്കിയത്. മാത്രമല്ല യെരുശലേം ദേവാലയം താൻ അവഹേളിച്ചു. അത് മാത്രമല്ല അതിനെ അശുദ്ധമാക്കി നമുക്ക് കാണുവാൻ കാണാൻ കഴിയുന്നു. അവിടെ അവര് വളരെ പാവനമായിട്ട് കരുതിയിരുന്നതായ യാഗപീഠത്തിന്മേൽ കർത്താവ് ശുദ്ധിയുള്ള മൃഗങ്ങളെ മാത്രം അറുത്ത് യാഗം അർപ്പിച്ചിരുന്നതായ യാഗപീഠത്തിന്മേൽ കൊണ്ടുവച്ച് പന്നിയെ അറുത്ത് അതിന്റെ രക്തം ദൈവാലയത്തിൽ തളിച്ച് അവിടെ മുഴുവൻ അശുദ്ധമാക്കി. ഒരു യഹൂദനോട് ചോദിച്ചാൽ യഹൂദ ചരിത്രത്തിൽ യഹൂദന്മാർ ഒരുപാട് ഉപദ്രവങ്ങൾ ഏർപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അവരോട് ചോദിച്ചാൽ അവർ പറയും അവരെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഏത് വ്യക്തി, അതിൽ ഉപദ്രവിച്ചതിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വ്യക്തി ഏതാണെന്ന് ചോദിച്ചാൽ അവർ പറയും അന്ത്യോക്കസ് എപ്പിഫാനസ് ആണെന്ന് പറയത്തുള്ളൂ. കാരണം തന്നെ അവർ ദേവാലയത്തെ പോലും അശുദ്ധമാക്കിയ വ്യക്തിയാണ്. ഹിറ്റ്ലർ ഒരുപാട് പേരെ കൊന്നു എന്നുള്ളത് ശരിയാണ്. സ്റ്റാലിൻ കൊന്നിട്ടുണ്ട്, ഒരുപാട് ആളുകൾ അവരെ ഉപദ്രവിച്ചിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്. രാജാക്കന്മാരവരെ, പഴയകാല രാജാക്കന്മാരവരെ കൊന്നിട്ടുണ്ടെങ്കിലും അവർ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഈ വ്യക്തിയാണ്. കാരണം അത്രമാത്രം ക്രൂരമായിട്ടാണ് താൻ എല്ലാ രീതിയിലും തന്നെ ചെയ്തത് എന്ന് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നു. അത് എന്ന് പറയുന്നത് താനന്ന് ചെയ്തതായ ഒരു ദാനിയേലോട് ദൈവം കർത്താവ് ദർശനത്തിൽ പറഞ്ഞ് ആ ദർശനം കണ്ടതിന്റെ 350 വർഷങ്ങൾക്ക് ശേഷമാണ് അതവിടെ സംഭവിച്ചത്. അതെന്ന് പറയുന്നത് വരുവാനിരിക്കുന്ന ടൈമില് വരുവാനിരിക്കുന്ന അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ മഹോദ്രവ കാലഘട്ടത്തിൽ അന്ത്യക്രിസ്തു എന്താണ് ചെയ്യാൻ പോകുന്നത് ഒരു ഗ്ലിംസ് മാത്രമായിരുന്നത്, ഒരംശം മാത്രമേ അത് അറിയത്തുള്ളൂ. അതിനേൽ എത്രയോ മടങ്ങാണ് വരുവാൻ പോകുന്നത്. അപ്പോൾ അന്നു മുതൽ തുടങ്ങിയതായ പെർസിക്യൂഷൻ ഏതാണ്ട് 1860 വർഷങ്ങളോളമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അത് തുടരും. അന്ത്യക്രിസ്തു വരുമ്പോൾ അതിന്റെ പണ്ഡിതന്മാർ ഇപ്പോൾ നമ്മൾ കാണുന്നതിന്റെ എത്രയോ മടങ്ങാണ് വർദ്ധിക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഏത് കാലഘട്ടത്തിലും അന്ന് മുതൽ ഇങ്ങോട്ടുള്ള ഏത് കാലഘട്ടത്തിലും റിലീജിയസ് പെർസിക്യൂഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാത്രികാലം നമ്മൾ ഉപദ്രവങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ ഓർത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഇലക്ഷന് ഓർത്ത് പ്രാർത്ഥിപ്പാൻ തക്കണം. ഇലക്ഷൻ വലിയ കുഴപ്പമില്ലാതൊക്കെ നടന്നു. ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളതല്ല, കാരണം ദൈവം അറിയാതെ ആരും ജയിക്കുകയും ആരെയും തോൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ദൈവം അതിനുവേണ്ടി ചെയ്തു. അതുപോലെ ബീഹാറിലെ ഇലക്ഷന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. ആ ഇലക്ഷന് വലിയ കുഴപ്പമില്ലാതെ നടക്കുവാനും അതിന്റെ റിസൾട്ട് അറിയാനും ഒക്കെ ഇടയായി തീർന്നല്ലോ. അങ്ങനെ അനേക വിഷയങ്ങൾക്ക് വേണ്ടി ഓർത്ത് പ്രാർത്ഥിപ്പാൻ തക്കണം നമുക്ക് ഇടയായി തീർന്നു. ഇന്നും നമ്മൾ നമ്മുടെ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം ഭാരതത്തില് കഴിഞ്ഞ ദിവസം അനേക ദൈവദാസിമാർ ഈ അടുത്ത സമയങ്ങളായിട്ട് ഒരുപാട് പലയിടങ്ങളിൽ ഒരുപാട് ദൈവദാസിദാസന്മാർ കുഞ്ഞുങ്ങളൊക്കെ ഉപദ്രവിക്കപ്പെടുകയും ജയിലിൽ പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം ഏതാണ്ട് 10-11 പേരെ അവരെ ഒന്നിച്ച് അവരെ ജയിലിലാക്കുവാൻ തക്കണം ഇടയായി തീർന്നു. അതിനകത്ത് 3 കുടുംബങ്ങളുണ്ട്. ബ്രദർ കരുണാകർ, തന്റെ ഭാര്യ ഗീതാഞ്ജലി, അവരുടെ 8 മാസം പ്രായമുള്ള പെൺകുഞ്ഞ്.
അവരൊരുമിച്ചാണ് പോലീസ് സ്റ്റേഷന്റെ ലോക്കപ്പില് സമയങ്ങൾ ചെലവഴിക്കുന്നത്. ഇന്നലെ സാറ്റർഡേയിൽ ഉച്ച മുതൽ. അതിനുശേഷം ദൈവദാസനായ ജീവരത്നയും തന്റെ ഭാര്യ സിപ്പോറ, തന്റെ 4 വയസ്സുള്ള മകള്, അവരും അതുപോലെ കുടുംബമായിട്ട് ജയിലിൽ പോകേണ്ടതായിട്ട് വന്നു, അല്ലെങ്കിൽ ആ സമയം ചെലവഴിക്കേണ്ടതായിട്ട് വന്നിരിക്കുകയാണ്. പോൾ രാജ് എന്ന് പറയുന്നതായ ദൈവദാസൻ സഹോദരനും തന്റെ ഭാര്യ കവിതയും തന്റെ 6 വയസ്സുള്ള പെൺകുട്ടിയും അവര് കുടുംബമായിട്ട് ഒന്നിച്ച് സുവിശേഷത്തിന് വേണ്ടി ജയിലിൽ അടക്കേണ്ടതായിട്ട് വന്നു. അതുപോലെ തന്നെ 2 സഹോദരിമാര്, മിസ് ഷീല, മിസ് സാറ, ഇവർ രണ്ടുപേരും അവരോട് ഒപ്പം ആ ജയിലിൽ അടയ്ക്കപ്പെട്ടതായിട്ട് വന്നു. പിന്നെ 2 സഹോദരന്മാരുടെ അവര് മിഷണറിമാരായിട്ട് ട്രെയിനികളായിട്ട് ഉള്ളവരാണ്. അവരെ അടയ്ക്കപ്പെടേണ്ടതായിട്ട് വന്നു. അവരൊന്നിച്ച് അങ്ങനെ 10 അഡൽസും 3 കിഡ്സും ആയിട്ട് ഒന്നിച്ചാണ് അവരെ ഇത് ചെയ്തിരിക്കുന്നത്. അവരെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയും പെട്ടെന്ന് അവർക്ക് റിലീസ് ഉണ്ടാകുന്നു. ഓർത്തു നോക്കാം, 8 മാസം പ്രായമുള്ള ഒരു കുഞ്ഞെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിയിട്ടുള്ളവരാണല്ലോ. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ കുഞ്ഞുങ്ങളുള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് ഓർത്ത് നോക്കുക, കുഞ്ഞുങ്ങളോ കൊച്ചുമക്കളോ ഒക്കെയാണ് 8 മാസം പ്രായമുള്ളത് പറയുമ്പോൾ അതിന്റെ ഫീഡ് ചെയ്യുന്ന കാര്യവും ബാക്കി കാര്യങ്ങളും ഒക്കെ ലോക്കപ്പിനുള്ളിൽ ഇരുന്നുകൊണ്ട് എങ്ങനെയാണ് അത് ചെയ്യുന്നത്, അവർക്ക് അവരുടെ പ്രൈവസി കാര്യങ്ങൾ എങ്ങനെയാണ് ഒന്ന് ഓർത്ത് നോക്കുക. കൊച്ചു കുഞ്ഞുങ്ങൾ സുവിശേഷത്തിന്റെ പേരിൽ ഒന്നും അറിയാൻ വയ്യാത്ത കുഞ്ഞുങ്ങളെ പോലും ഒരു ദയയുമില്ലാതെ അവരെ അടയ്ക്കുന്നതായ ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ബ്രദർ ഐസക് എന്ന് പറയുന്ന പാസ്റ്റർ എലൈജയുടെ മകൻ ആന്ധ്രയില് കിഡ്നാപ്പ് ചെയ്യപ്പെട്ട മാവോയിസ്റ്റുകളെ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട സഹോദരത്തിന് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ 12 പാസ്റ്റർമാര് അവരുടെ തടവില് ആക്കപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. 2 ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിന്റെ 2 പാസ്റ്റേഴ്സ് രാജേഷ് സാഗർ സിംഗ് എന്ന് പറയുന്നതായ ദേവദാസന്മാരും അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ റിലീജിയസ് പെർസിക്യൂഷൻ ഇന്ത്യയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നത്. ഒരു കാലഘട്ടത്തിൽ മതചരിത്രത്തിന് വേണ്ടി പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അസഹിഷ്ണുതയെ കുറിച്ച് അല്ലെങ്കിൽ ഇൻടോളറൻസിനെ കുറിച്ച് പറയുന്നവരുടെ പേരിൽ കേസ് എടുക്കണമെന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിലുള്ള ആ അസഹിഷ്ണുത വർദ്ധിച്ചു വന്നിട്ട് അവര് എന്തും ചെയ്യാൻ പഠിക്കാത്ത ഒരവസ്ഥയിലായിട്ട് ആണ് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നത്. മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളിലൂടെ കടന്നുപോയാൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണുവാൻ തക്കണം കഴിയുന്നത്. കഴിഞ്ഞ ദിവസം അതുപോലെ വ്യക്തമായിട്ട് ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയില്ല, എങ്കിലും കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് പാമ്പാടിക്കടുത്ത് ഒരു ദേവദാസനെ ഉപദ്രവിക്കപ്പെട്ടു എന്നാണ് കേൾപ്പാൻ തക്കണം ഇടയായി തീർന്നത്. അങ്ങനെ കേരളത്തിലും മറ്റിടങ്ങളിലുമായിട്ട് മറ്റ് സ്റ്റേറ്റുകളിലും എല്ലാമായിട്ട് അതിൻ്റെതായ അലയടികൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഭാരതത്തെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഭാരതത്തിലെ 29 സ്റ്റേറ്റുകളെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. 7 കേന്ദ്രഭരണ പ്രദേശങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അവിടെ കൺവെൻഷൻ സീസണുകളാണല്ലോ. വിശേഷിച്ചിപ്പോൾ നോർത്ത് ഇന്ത്യയിലെ കൺവെൻഷനുകളൊക്കെ ഈ മാസം കൊണ്ടൊക്കെ അവസാനിക്കണം. കാരണം ഓൾറെഡി അവിടെ തണുപ്പൊക്കെ പലയിടത്തും തുടങ്ങി. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ആ കൺവെൻഷനുകളൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കണം. മറ്റ് വർഗീയ വിദ്വേഷകാരികളുടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. സൗത്ത് ഇന്ത്യയിലൊക്കെ കൺവെൻഷൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ദിനങ്ങളാണ് വരും ദിനങ്ങൾ. അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാർത്ഥമായിട്ട് കർത്താവിനെ സേവിക്കുകയും കർത്താവിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന ഒരുപാട് ദിവദാസീദാസന്മാരുണ്ട്. അവരുടെ പ്രവർത്തന ഫലമായിട്ടാണ് സഭകൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൽ അസന്തുഷ്ടി ആയി തീർന്നതായ വർഗീയ വിദ്വേഷ ആളുകളാണ് ഇതിനെതിരെ അക്രമങ്ങൾ അഴിച്ചുവിടുന്നത് നമുക്കറിയാം. ാണ് വേറൊരു മുഖച്ഛായാണ് കൊടുക്കുന്നത്. എന്തുവായിക്കൊള്ളട്ടെ, ഇന്ന് രാത്രികാലം നമുക്ക് പ്രാർത്ഥിപ്പാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നുള്ള ഉറപ്പോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ പ്രവർത്തിക്കുന്ന ദിവദാസന്മാരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവ് തീർച്ചയായിട്ടും അവരെ സഹായിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്ന് രാത്രികാലം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ദിവദാസന്മാരെ പ്രിയപ്പെട്ടവർ കൂടാതെ മറ്റനേക പ്രിയപ്പെട്ടവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ജയിലിൽ പോയവരും ജാമ്യം ലഭിച്ചവരും ജാമ്യം കിട്ടേണ്ടതായിട്ടുണ്ട്. അവരെ ഓർത്തുകൊണ്ടുകൂടെ പ്രാർത്ഥിക്കാം. അവരുടെ കേസിന്റെ വിധികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവധി വെച്ച് പോവുകയാണല്ലോ. അവരെയൊക്കെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അവരെല്ലാം കർത്താവ് സഹായിക്കാൻ തക്കണം. രാത്രിക്കാലം നമ്മൾ വളരെ വിദൂരതയിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ അതിവേഗപ്പെടുന്ന വചനം അവരുടെ വിടുതലിനു വേണ്ടി വ്യാപിക്കുന്നതായ പ്രവർത്തിക്കുന്നതായ കർത്താവ് ഒരു വാക്ക് കൽപ്പിക്കുന്നതായ രാത്രിയായി ഈ രാത്രി മാറേണ്ടതിനു വേണ്ടി നമുക്ക് വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചന ശുശ്രൂഷ കർത്താവിന്റെ ദാസനെയും തന്റെ പ്രവർത്തന മണ്ഡലങ്ങളെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഗാനമാല വെച്ച് കർത്താവിന്റെ ദാസ പ്രാർത്ഥിക്കാം. അവിടെയൊക്കെ പ്രവർത്തനങ്ങൾ
ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ തക്കണം കർത്താവ് സഹായിക്കട്ടെ. വിശേഷാൽ ശ്രീ പാസ്റ്റർ എസ് ജോർജ് ഈ രാജ്യത്തോടെ യാത്ര ചെയ്യുന്നല്ലോ, സന്ദർശനാർത്ഥം കടന്നു വന്നിരിക്കുന്നു. കടന്നു പോകുന്നിടത്തൊക്കെയും തന്നെ കർത്താവ് കരങ്ങളെടുത്ത് ഉപയോഗിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാ പ്രേരണ നൽകുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് ഭാരതത്തെ ഓർത്തുകൊണ്ടും ശേഷിച്ച ജയിലുകളിലായിരിക്കുന്ന ദേവാസിദാസന്മാരെയും പൈതങ്ങളെയും ഓർത്തുകൊണ്ടും വിഷമത്തിലൂടെ കടന്നു പോകുന്നവരെ ഓർത്തുകൊണ്ടും ഇന്ന് അതിനുശേഷം കർത്താവനദാസനെയും ഗാനമാലപിച്ച കർത്താവനദാസനെയും ഒക്കെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാമല്ലോ. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായി ഈ രാത്രിയുടെ നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. നിലവരായി ഞങ്ങൾക്ക് ഒന്നിച്ച് അങ്ങയുടെ പാതപിടം കടന്നു വരുവാൻ, ഞങ്ങളുടെ അഭയാചനുകളെ അങ്ങയുടെ പുത്രനായി യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ പാതപിടം നിരത്തി വെപ്പാൻ തക്കണം ഞങ്ങൾക്ക് ഒരുക്കി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. ഞങ്ങളുടെ സമസൃഷ്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെട്ട് ഞങ്ങൾ അങ്ങയുടെ പാതപിടമായിരിക്കുന്നു. അനുഗ്രഹത്തിന് തടസ്സമായി ഞങ്ങളുടെ കുറവുകളൊന്നും ആയിരിക്കരുത്. കാൽവറിയിൽ ചൊരിഞ്ഞ വിശുദ്ധ രക്തത്താൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കഴുകുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുമാറാകണമേ. ഈ പ്രാർത്ഥനയിനായി സ്തോത്രം. ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി സ്തോത്രം. ഇന്ന് ഗാനം ആലപിച്ച പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ വചനം ശുശ്രൂഷ ഞങ്ങളുടെ ദാസനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹാശീർവാദങ്ങളാൽ നിറയ്ക്കുകയും കർത്താവെ അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയും അങ്ങയുടെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടിയും അധികം പ്രയോജനപ്പെടുവാൻ തക്കണം. തുടർന്ന് എല്ലാവിധ അനുഗ്രഹങ്ങളെ കൊണ്ടും നിറച്ച് വഴി നടത്തേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതൃരാഷ്ട്രമായ ഇന്ത്യക്കായി പ്രാർത്ഥിക്കുന്നു. അവിടെ പ്രതികൂലങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്ന ദൈവജനത്തെ ഞങ്ങൾ ഓർക്കുന്നു. അവർ ഞങ്ങളുടെ കർത്താവെ സമസൃഷ്ടങ്ങളായിരിക്കുന്നല്ലോ. കർത്താവെ വിശ്വാസത്തിന് വേണ്ടി ധൈര്യത്തോടെ നിലകൊള്ളുവാൻ നീ അവരെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങയുടെ നാമനിമിത്തം ജയിലറകളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കൊച്ചു കുട്ടികൾ കർത്താവെ, ഇൻഫാന്റ് തുടങ്ങി കർത്താവെ കുഞ്ഞുങ്ങളടക്കം ജയിലറകളിലായിരിക്കുന്ന കർത്താവെ സ്നേഹമില്ലാത്ത അഥവാ ക്രൂരമായ പ്രവൃത്തികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന കർത്താവെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. നീ അവരെ സഹായിക്കുകയും ദൈവകൃപയിൽ നിലനിൽപ്പാൻ തക്കണം കർത്താവെ അവിടുത്തെ കൃപയുടെ വ്യാപാരം അവരുടെ മേൽ അയച്ച് സഹായിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷത്തിൽ കർത്താവെ നിന്റെ വചനത്താൽ നീ അവരെ അനുഗ്രഹിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. അത് അതിന്റെ പ്രവൃത്തി തികച്ചും മടങ്ങി വരുമെന്നുള്ള ദൈവവചനത്തെ ആധാരമാക്കിക്കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾ കെട്ടുന്നത് കെട്ടപ്പെട്ടിരിക്കും, അഴിക്കുന്നത് അഴിക്കപ്പെട്ടിരിക്കും. സ്വർഗത്തിൽ സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ വചനങ്ങൾക്കായി സ്തോത്രം. അങ്ങയുടെ വചനത്തെ ആധാരമാക്കിക്കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ബന്ധനത്തിലായിരിക്കുന്നവർക്ക് കർത്താവെ വിടുതലും സ്വാതന്ത്ര്യവും കൊടുന്ന് കൽപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്താൽ ഞങ്ങൾക്ക് വിടുതലും ആശ്വാസവും ഉള്ളതുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ വിടുവിക്കുമാറാകണമേ. വിടുതൽ അയച്ചവരെ സഹായിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. ഈ പേർ പറയപ്പെട്ടവർ മാത്രമല്ല കർത്താവെ, മറ്റു പലരും കർത്താവെ കഷ്ടതയിലായിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. കേസിലായിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ കേസൊക്കെയും കർത്താവെ നീതിയോടും ന്യായത്തോടും കൂടി അതിന് വിധി ഉണ്ടാകുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. അവിടുന്ന് നീതിയും ന്യായവും നടത്തി പരിപാലിക്കുന്നവനും ഇഷ്ടപ്പെടുന്നവനുമായ ദൈവമാകയാൽ നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ സത്യേറിയ പ്രാർത്ഥന അവർക്ക് വിടുതലും ആശ്വാസവുമായി തീരുമെന്നുള്ള ഞങ്ങളുടെ വചനത്തിനായി നന്ദിയോട് സ്തോത്രം. ഞങ്ങൾ കർത്താവെ ഏകമനസ്സോടെ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് മറുപടി നൽകി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സഹിഷ്ണുത നൽകി അവിടുന്ന് മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കഷ്ടതയിൽ, ഞെരുക്കങ്ങളിൽ, പ്രയാസങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങളുള്ളവരെ ഫലമേൽപ്പിക്കുകയാണ് കർത്താവെ. വിശ്വാസത്തിൽ ഉറപ്പും ധൈര്യവും പ്രാപിച്ച് നിലനിൽപ്പാൻ വിശ്വാസത്യാഗം കൂടാതെ ഒന്നും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. കർത്താവെ കഷ്ടപ്പെടുത്തുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയദൃഷ്ടികൾ പ്രകാശിക്കപ്പെടുവാൻ, ക്രൂശിന്റെ സ്നേഹം കാണുവാൻ, അറിയുവാൻ, ആ സ്നേഹത്തിലേക്ക് അവരും ആകർഷിക്കപ്പെടുവാൻ തക്കണം ഇടയായി തീരേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിരോധികളെ അനുകൂലികളാക്കി തീർക്കുവാൻ കഴിയുന്ന ദൈവസ്നേഹത്തിന്റെ ആഴം കർത്താവെ അവർ ഗ്രഹിപ്പാൻ തക്കണം ഇടയാകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ അവരോട് ഹൃദ്യമായി ഇടപെടുകയും ദൈവകൃപയിലേക്ക് അവരും നയിക്കപ്പെടുവാൻ ഇടയാക്കി തീർക്കുകയും ചെയ്യുമാറാക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ എല്ലാ സ്റ്റേറ്റുകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്റ്റേറ്റുകളിലും ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ വെളിപ്പെടുവാൻ, ദൈവനാമം മഹിമ പ്രാപിപ്പാൻ വലിയ ഉണർവിനാൽ അനുഗ്രഹിക്കണമേ. നടക്കുന്ന എല്ലാ കൺവെൻഷൻ, മീറ്റിങ്ങുകൾ, ക്രൂസൈഡുകൾ എല്ലാറ്റിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെയൊക്കെയും കർത്താവെ സ്വാതന്ത്ര്യത്തോടെ കർത്താവെ നിര്ജനം
ആരാധിപ്പാനും ദൈവശബ്ദം കേൾപ്പാനും ഇടയാക്കി തീർക്കണം. സുവിശേഷ വിരോധികളാൽ കർത്താവെ കഷ്ടം പ്രയാസങ്ങൾ ഉണ്ടാകുവാനിടയാകാതെ കർത്താവെ ദൂതന്മാരുടെ കാവലവരൊക്കെയും പരിപാലിക്കപ്പെടേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ മീറ്റിങ്ങുകളൊക്കെയും വലിയ ഉണർവിനെ ദാനം ചെയ്യുന്നതും വലിയ അനുഗ്രഹത്തെ പ്രദാനം ചെയ്യുന്നതും അനേക ജീവിതങ്ങൾക്ക് വിടുതലായി തീരുവാൻ കൃപ ചെയ്യുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹത്തിനായി സ്തോത്രം. അവിടുന്ന് ആത്മമാരി ചൊരിയുന്നത് ഓർത്ത് സ്തോത്രം. ദൈവകൃപയിൽ ഞങ്ങളെ സകലതും ഭരമേൽപ്പിക്കുന്നു. ജയത്തോടെ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പരിപാലിച്ചാട്ടെ. പ്രാർത്ഥനയും യാതനകളും കേട്ടതുകൊണ്ട് സ്തോത്രം. അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. പ്രാർത്ഥിച്ച ഞങ്ങളോട് നന്ദി അറിയിക്കുന്നു. കർത്താവ് തന്നെ തുറന്നു ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ അനേക വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥനയുള്ള കൃപ തന്ന് സഹായിക്കട്ടെ. അടുത്ത പ്രാർത്ഥിക്കുന്നത് ഉസ്ബെക്കിസ്ഥാന് വേണ്ടിയാണ്. ഒരു മധ്യേഷ്യൻ രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാന്. ഇസ്ലാമിനാണ് ഭൂരിപക്ഷം എന്നുള്ളത് നമുക്കറിയാമല്ലോ. അതോറിറ്റേറിയൻ റൂളാണ് അവിടെ. മറ്റ് പാർട്ടികളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏകാധിപത്യ ഭരണമാണ് അവിടെ നടക്കുന്നത്. ഏതാണ്ട് 30 മില്യണോളം ആളുകൾ മൊത്തമുള്ളതിൽ 2 ലക്ഷത്തിൽ പരം ക്രിസ്ത്യാനികളുണ്ട്. ഏതാണ്ട് ജനസംഖ്യയുടെ 7% ക്രിസ്ത്യാനികൾ അവിടെ ഉണ്ട്. എന്നാൽ ഇസ്ലാമിക് എക്സ്ട്രീമിസം അവിടെ ഏറ്റവും കൂടുതൽ ഉള്ളതുകൊണ്ട് പലപ്പോഴും ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നു. അവരെ തുടർമാനമായിട്ടുള്ള ക്രിസ്ത്യാനിത്വത്തെ അടിച്ചമർത്തുവാൻ കാരണം ഉള്ള പ്രവണതയാണ് അവിടെ കാണുന്നത്. അവരുടെ ക്രിസ്ത്യൻസിന്റെ വീടുകളെ, അവരുടെ പ്രോപ്പർട്ടി, അവരുടെ ബിസിനസ്, ചർച്ചുകളൊക്കെ ഇങ്ങനെ അവരെ ഗവൺമെന്റ് അധികാരികൾ ഫ്രീക്വന്റ് ആയിട്ട് റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവർക്ക് സ്വസ്ഥത കൊടുക്കാത്തതായ ഒരവസ്ഥയാണ് അവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് രാത്രികാലം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവിടെ ഈ അവസ്ഥകളിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവരുടെ ശക്തി ചോർന്നു പോകാതെ അവർ ധൈര്യപൂർവ്വം ഈ പ്രഷറുകളെ എല്ലാം അഭിമുഖീകരിച്ച് അതിനെ അതിജീവിച്ചുകൊണ്ട് നിൽപ്പാൻ തക്കവണ്ണം നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ആരാധനാ സ്വാതന്ത്ര്യം അവർക്ക് ഉണ്ടാകേണ്ടതിന് വേണ്ടി അവരുടെ വ്യൂ പോയിന്റ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, ആരാധനാ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ബൈബിളൊക്കെ വിതരണം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ആ രാജ്യത്ത് ലഭിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ഉസ്ബെക്കിസ്ഥാനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് വിയറ്റ്നാമിനെയാണ്. വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് ഭരണമാണെങ്കിലും അവിടുത്തെ റിലീജിയന് ബുദ്ധിസമാണ് അവര് മെയിൻ റിലീജിയനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് 93 പരം മില്യൺ ആൾക്കാരുള്ളതിൽ ഏതാണ്ട് 10 മില്യണോടടുത്ത് ക്രിസ്ത്യാനികളുണ്ട്. 10% മൊത്തം ജനസംഖ്യയുടെ 10% ക്രിസ്ത്യാനികളുണ്ട്. കമ്മ്യൂണിസ്റ്റ് സപ്രഷനാണ് അവിടുത്തെ പീഡനത്തിന്റെ മെയിൻ കാരണമായിട്ട് നിൽക്കുന്നത്. പ്രത്യേകിച്ച് 2014 മുതൽ ക്രിസ്ത്യാനികളെ കൂടുതൽ അവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ചർച്ചുകളൊക്കെ ഒരുപാട് നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ തന്നെ ഒരുപാട് പേര് അറസ്റ്റ് ചെയ്യപ്പെടുവാനും ഒരുപാട് ചർച്ചസ് നശിപ്പിക്കുവാനും ഒക്കെ ഇടയായി തീർന്നു. എന്നാൽ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഏതാണ്ട് 600ഓളം യൗവനക്കാരെ യൂത്ത് ക്യാമ്പുകളിലൂടെ കർത്താവിനെ സ്വീകരിപ്പാൻ തക്ക ഇടയായി തീർന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഉപദ്രവങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും ഒക്കെ നടുവിലും ദൈവപ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു. ആളുകൾ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവപ്രവൃത്തി വീണ്ടും അവിടെ വെളിപ്പെടുവാൻ തക്കണം ഇടയായി തീരും. അതുകൊണ്ട് ആ രാജ്യത്തെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്തത് സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കാണ്. അത് ആക്ച്വലി ഒരു ക്രിസ്തീയ ഭൂരിപക്ഷമുള്ള രാജ്യമാണ്. ഏതാണ്ട് 5 മില്യണോളം വരുന്ന മൊത്തമുള്ള ജനസംഖ്യയിൽ 3 മില്യണോളം ക്രിസ്ത്യാനികളാണുള്ളത്. ഏതാണ്ട് 64% ക്രിസ്ത്യൻസ് ഉണ്ട്. പക്ഷെങ്കിൽ അവിടെ ഉപദ്രവങ്ങൾ കുറവായിരിക്കുന്ന, മൈനോറിറ്റി ആയിരിക്കുന്ന മുസ്ലിങ്ങളുടെ ഉപദ്രവം വളരെ കൂടുതലായതുകൊണ്ടാണ് മൊത്തത്തിലുള്ള പെർസിക്യൂഷൻ കൺട്രീസിന്റെ ലിസ്റ്റില് 17ാമത്തെ സ്ഥാനമാണ് ആ രാജ്യത്തിന് ഉള്ളത്. 16ാം സ്ഥാനം വിയറ്റ്നാമിനും 15ാം സ്ഥാനം ഉസ്ബെക്കിസ്ഥാനുമാണ്. ഈ 3 രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. അപ്പം അവിടുത്തെ ക്രിസ്ത്യാനികളെ ഭൂരിപക്ഷമാണെങ്കിലും മെയിൻലി അവിടെയുള്ള ക്രിസ്ത്യൻ എന്ന് പറയുന്നത് റോമൻ കാത്തലിക്സ് ആണ്. അതുകൊണ്ട് ഇസ്ലാമിക് എക്സ്ട്രീമിസം വളരെ കൂടുതലുണ്ട് അവിടെ. പല ഇസ്ലാമിക റിബൽ ഗ്രൂപ്പുകൾ കൂടിയിട്ട് സെലക്ട് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്.
ആ മൂവ്മെന്റിൽ വർക്ക് ചെയ്ത് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി അവിടെയുള്ളവർ മാത്രമല്ല അയൽ രാജ്യങ്ങളിൽ നിന്ന്, മറ്റു മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് തീവ്രവാദികൾ ആ രാജ്യത്ത് കടന്നു വന്ന് ഉപദ്രവിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെയധികം പലപ്പോഴും കമ്മ്യൂണൽ ടെൻഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്, റയറ്റ്സ് ഉണ്ടാകുന്നുണ്ട്, പരസ്പരം അവര് കൊല്ലുകയും ഗ്രാമങ്ങളൊക്കെ നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേക രാജ്യത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. ക്രിസ്ത്യൻസിനെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം അവര് റെസ്റ്റോറേഷനും യൂണിറ്റിക്കും പീസിനും വേണ്ടിയൊക്കെ നിലകൊള്ളുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഉപദ്രവിക്കപ്പെട്ട് ഒരു കോർണർ ചെയ്യപ്പെടുമ്പോൾ വീണ്ടും തിരിച്ചുപദ്രവിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടാകും. അതുകൊണ്ട് അത് മനഃപ്പുറത്തായിട്ട് ദൈവസ്നേഹത്തിൽ ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ തക്കമാണ് അവിടുത്തെ ക്രിസ്ത്യാനികളെ കർത്താവ് സഹായിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അവര് ടാർഗറ്റഡ് കില്ലിങ് പലപ്പോഴും അവിടെ ഉണ്ടാകുന്നുണ്ട്. ക്രിസ്ത്യൻസിനെ അവർ ടാർഗറ്റ് ചെയ്ത് കില്ല് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവര് കിഡ്നാപ്പ് ചെയ്യുന്നുണ്ട്. ട്രോമ കൗൺസിലിംഗ് ഒക്കെ കിട്ടിയിട്ട് അവരെ എൻകറേജ്മെന്റും ഒക്കെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടാൻ. കാരണം ആഫ്രിക്കയിലെ നമുക്കറിയാമല്ലോ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഗോത്രവർഗങ്ങൾക്കും ഗോത്രവിശ്വാസത്തിനും അവരുടെ ഡിഗ്നിറ്റിക്കും ഒക്കെ വളരെ വിലയുള്ളവരാണ്. അപ്പോൾ അവര് തട്ടിക്കൊണ്ടുപോയി സെക്ഷലി അസോൾട്ട് ചെയ്യപ്പെടുകയാണെന്ന് പറഞ്ഞാൽ പോലും കർത്താവേ തിരുസനയിലേക്ക് ഞങ്ങളെല്ലാവരും സമർപ്പിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. രാത്രികാലം കർത്താവ് നമുക്ക് ജയം നൽകിയതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നന്ദി കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ നന്ദി കർത്താവേ. ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട പ്രയർ ലൈൻ പാർട്ട്നേഴ്സിനെ തന്നതിനായി സ്തോത്രം. ഇന്ന് രാത്രികാലം ഞങ്ങൾ ഒപ്പം പ്രാർത്ഥിപ്പാൻ തക്കോണം പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്തിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ നന്ദി, സ്തോത്രം. രാത്രികാലം പ്രാർത്ഥിച്ചതായ പരസ്യമായി പ്രാർത്ഥിച്ചവരെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. പാട്ടുപാടിയ മകനെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. വചനം സംസാരിച്ച മകനെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ലീഡിയ ദാസനെയും കുടുംബത്തെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളെ താഴ്ത്തുന്നു. സ്തോത്രം കർത്താവേ. രാത്രികാലം പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കെല്ലാം കർത്താവ് മറുപടി തന്നിരിക്കാതെ സ്തോത്രം കർത്താവേ. ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം എല്ലാവരോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും രാത്രികാലവും ഈ പ്രയത്നം പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരോടും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. Thank you and have a blessed night. We will see you again at 5 o'clock in the morning. Amen. Thank you. Praise the Lord. Hallelujah. ലക്ഷോപലക്ഷം ദൂതർ സേവിത നിതാ, ലക്ഷോപലക്ഷം ദൂതർ സേവിത നിതാ. യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘരൂഢനായി വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, വാനിൽ വരുന്നു വാഴ്ത്തുവിൻ. ലക്ഷോപലക്ഷം ദൂതർ സേവിത നിതാ, ലക്ഷോപലക്ഷം ദൂതർ സേവിത നിതാ. യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘരൂഢനായി വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, വാനിൽ വരുന്നു വാഴ്ത്തുവിൻ. തുറക്കപ്പെട്ട കിഴക്ക് വാതിലിലൂടെ, തുറക്കപ്പെട്ട കിഴക്ക് വാതിലിലൂടെ സകല വിശുദ്ധ ദൂത സംഘ പരിവാരത്തോടെ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, വാനിൽ വരുന്നു വാഴ്ത്തുവിൻ. കെറൂബുകൾ സറാഫുകൾ ദൂതരിവർ, കെറൂബുകൾ സറാഫുകൾ ദൂതർ. സ്വർണ്ണക്കാഹളം കരത്തിലേന്തിയ വിശുദ്ധ ഗീതക്കാർ, സ്വർണ്ണക്കാഹളം കരത്തിലേന്തിയ വിശുദ്ധ ഗീതക്കാർ. വാനിൽ വരുന്നു ശീഘ്രമായി, വാനിൽ വരുന്നു ശീഘ്രമായി. ലക്ഷോപലക്ഷം ദൂതർ സേവിത നിതാ, ലക്ഷോപലക്ഷം ദൂതർ സേവിത നിതാ. യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘരൂഢനായി വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, വാനിൽ വരുന്നു വാഴ്ത്തുവിൻ. ആർത്തുപാടുന്നോർത്തു കേൾക്കുവാനിത്,
ആർത്തുപാടുന്നോർത്തു കേൾക്കുവാനിത് വലിയ പെരുവള്ളത്തിനിരച്ചിൽ കൊത്തതാമൊലി, വലിയ പെരുവള്ളത്തിനിരച്ചിൽ കൊത്തതാമൊലി. വാനിൽ വാനിൽ അതിഗംഭീരമായി, വാനിൽ വാനിൽ വരുന്നു ഗംഭീരം ദൈവത്തിന്റെ കാഹളധ്വനി ധ്വനി, ദൈവത്തിന്റെ കാഹളധ്വനി ധ്വനി. രാജാതിരാജനാം സുതനിൽ നിന്ന് പുറപ്പെടുന്നിതാ, വാനിൽ വാനിൽ വരുന്നു ഗംഭീരമായി, വാനിൽ വാനിൽ അതിഗംഭീരമായി.